ഹായ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം സോഡാപ്പൊടി അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്നാണ് പറയുന്നത്. ഈ സോഡാപ്പൊടി കൊണ്ട് വീട് എങ്ങനെയൊക്കെ വൃത്തിയാക്കാം എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ എടുക്കുക. പിന്നെ അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഒഴിക്കുമ്പോഴത്തേനും കുറച്ചിങ്ങനെ പത പോലെ പൊങ്ങി വരും കേട്ടോ. വിനാഗിരി അല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതിയേ. കുറച്ചധികം അഴുക്കുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കുക, അല്ലെങ്കിൽ വെള്ളം മതിയേ. ഞാനിത് കുറച്ചധികം സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിനാഗിരി തികഞ്ഞിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് തുടയ്ക്കുന്നത്. അതിനായിട്ട് നമ്മളിതാ ഇത് കണക്കൊരു സ്പോഞ്ച് എടുക്കുക. സ്പോഞ്ച് ഇല്ലെങ്കിൽ തുണിയായാലും മതിയേ. ഒരുപാട് ഹാർഡായിട്ടുള്ള തുണി എടുക്കാതെ അല്ലാണ്ട് കട്ടി കുറഞ്ഞ തുണി എടുത്ത് ഉരസാൻ നോക്കണേ, അല്ലെങ്കിൽ മതിലിലെ പെയിൻറ്റ് ഇളകി പോകും. ഇത് ചെയ്യുന്നതിന് മുന്നേ കാണാത്ത ഏതെങ്കിലും മതിലിൽ പോയിട്ടൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം പെയിൻറ്റ് അല്ലെങ്കിൽ ഇളകി പോകാനുള്ള സാധ്യത കൂടുതലാണേ. അതേപോലെ തന്നെ കയ്യിൽ മറ്റൊരു തുണിയും കൂടി കരുതി വെക്കേണ്ടതാണ്. ആദ്യമേ നമ്മൾ ഈ മിശ്രിതം ചേർത്ത് ഇങ്ങനെ തുടച്ച് കൊടുക്കുമ്പോഴത്തേന് അഴുക്കൊക്കെ ഇളകി വരും. ആ അഴുക്ക് തുടച്ച് മാറ്റാനായിട്ടാണ് മറ്റൊരു തുണി എടുക്കാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ആ അഴുക്ക് അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കത്തേ ഉള്ളേ. പിന്നെ അത് ഉണങ്ങിയിട്ട് അവിടെ തന്നെ ഇരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തേ ഉള്ളേ. അപ്പം ആ അഴുക്കെല്ലാം ഈ സ്പോഞ്ചിലായിട്ടുണ്ടേ. വീടൊക്കെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫുള്ളും പേടിയാണ്, അയ്യോ അഴുക്ക് പറ്റുമെന്ന്. അപ്പം അങ്ങനെ ഒരു പേടിയേ വേണ്ട. ഈ ഒരു സോഡാപ്പൊടി ഉണ്ടെങ്കിൽ അന്നേരം തന്നെ നമുക്കത് തുടച്ച് കളയാവുന്നതാണ്. ഞാനിത് നേരത്തെ മുതലേ ഉപയോഗിക്കുന്നതാണ്. അപ്പം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. മോൻ്റെ ബർത്ത്ഡേക്ക് സമയത്ത് നമ്മൾ വീട് പെയിൻ്റൊന്നും അടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പം അഴുക്കൊക്കെ നല്ല പിടിച്ചിരുന്നായിരുന്നേ. അന്നേരം പിന്നെ ഞാനിത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പം വർക്കായി. ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറഞ്ഞ ചിലവിൽ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ സോഡാപ്പൊടി. അപ്പോൾ വെറും 18 രൂപയാണ് ഞാൻ മേടിച്ചത്. ഓരോ ബ്രാൻഡിനനുസരിച്ച് റേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരാം. എന്നാലും കൂടിപ്പോയാലൊരു 30 രൂപ. ഞാനൊരു 5 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചധികം ക്ലീൻ ചെയ്യാനായിട്ടുണ്ട്. ബാത്റൂമുണ്ട്, അടുക്കളയുണ്ട്. അങ്ങനെ 100 ഗ്രാമിൻ്റെ 5 പാക്കറ്റ് കേട്ടോ ഞാൻ മേടിച്ചത്. ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഞാനാണെങ്കിൽ ഓരോന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഡ്രസ്സിലൊക്കെ പിടിച്ച അഴുക്കൊക്കെ ഉണ്ടല്ലോ, അഴുക്ക് പിന്നെ അതേ കണക്ക് തന്നെ കളർ പിടിക്കുന്നത്, അതൊക്കെ എനിക്ക് വരുന്ന പണികളാണ്. അപ്പം ഞാനതൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ടിപ്സ് നോക്കും. ചിലത് വർക്കാവും, ചിലത് ഫ്ലോപ്പാവും. ഇങ്ങനെയൊക്കെയല്ലേ പിന്നെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ടേ. അപ്പം നല്ല രീതിക്ക് അഴുക്കും ഉണ്ടായിരുന്നു. അത് കണക്ക് തന്നെ മോൻ കുത്തി വരച്ചതൊക്കെ ഉണ്ടായിരുന്നേ, അതൊക്കെ പോയിട്ടുണ്ടേ. ഇനി അതിൻ്റെ മുകളിലുള്ള ഭാഗത്തും കുറച്ചും കൂടി ഉണ്ടേ, അതും കൂടി തുടയ്ക്കുവാണേ. സ്വിച്ച് ഇടാൻ നേരം വരുന്ന അഴുക്കാട്ടോ ഈ താഴെ വരുന്നത്. നമ്മുടെ കൈപ്പത്തിയിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കില്ലേ, അതാണ് വരുന്നത്. അത് നിസ്സാരമായിട്ട് ഇങ്ങനെ തുടച്ചാൽ മതിയേ, അപ്പോൾ തന്നെ അങ്ങ് പോകുവേ. സോഡാപ്പൊടിയിൽ വെള്ളം ചേർത്തിട്ട് തുടച്ചിട്ട് അഴുക്ക് പോയില്ലെങ്കിൽ വിനാഗിരി ചേർക്കുക. എന്നിട്ടും അഴുക്ക് പോയില്ലെങ്കിൽ വിനാഗിരി ചേർത്ത് സോഡാപ്പൊടി കുറച്ച് നേരം തേച്ച് പിടിപ്പിക്കുക. 10-15 മിനിറ്റിന് ശേഷം തുടയ്ക്കുക. അന്നേരം അഴുക്ക് പോകും കേട്ടോ. ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ആണെങ്കിൽ വെള്ളം ചേർത്തിട്ട് തുടച്ചാൽ മതിയേ. നല്ല ഹാർഡായിട്ട് തുടയ്ക്കാൻ നിൽക്കലും, പെയിൻ്റ് ഇളകി പോകും. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ഒട്ടും പറയണ്ട. എന്തായാലും ചുമരൊക്കെ നല്ല വൃത്തികേടായിരിക്കുവേ, കുത്തി വരച്ചും അഴുക്കും എല്ലാം ആയിട്ട്. ഇനിയിപ്പോൾ മോൻ വലുതാകാതെ ഇവിടെ പെയിൻ്റ് അടി നടക്കില്ല കേട്ടോ. ഇത് കണക്ക് തന്നെയാണ് എപ്പോഴും ഉള്ള എൻ്റെ പണി. അടുത്തത് സോഫ ക്ലീൻ ചെയ്യുന്ന ടിപ്സാണ് പറയുന്നത്. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാവേ. ഒന്നെങ്കിൽ പൊടി ഇങ്ങനെ വിതറിക്കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നേർപ്പിച്ചിട്ട് വിതറിക്കൊടുക്കുക. നേർപ്പിക്കുക എന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ സോഡാപ്പൊടി കലക്കിയിട്ട് അത് വിതറിക്കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാവേ. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അഴുക്കും ബാക്ടീരിയയൊക്കെ പോകും കേട്ടോ. അപ്പം നമുക്ക് കാണാത്തതാണല്ലോ ബാക്ടീരിയ, അതൊക്കെ നല്ല രീതിക്ക് പോകുന്നതാണ്. അതേപോലെ തന്നെ സോഫയിലൊക്കെ ഉള്ള ഒരുമാതിരത്തെ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് പോകുവേ.
ഇനി അത് അവിടെ കിടന്നോട്ടെ. നമുക്ക് 1 മണിക്കൂർ ടൈമുണ്ടല്ലോ, ആ ടൈം കൊണ്ട് നമുക്കിനി തറ തുടയ്ക്കാവേ. അപ്പോൾ ഞാൻ തൂത്ത് കൊടുക്കുന്നുണ്ട്. 1 മണിക്കൂറായാലും അരമണിക്കൂറായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വെള്ളത്തിൽ തന്നെ നേർപ്പിച്ചിട്ട് വിതറുന്നതായിരിക്കുമേ നല്ലത്. ഈ വൈറ്റ് ടൈൽസ് മാനേജ് ചെയ്യാനാണല്ലോ ഭയങ്കര പാട് വരുന്നത്. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ അഴുക്കൊക്കെ പോയി നല്ല വെട്ടി തിളങ്ങി കിട്ടാനായിട്ട് സഹായിക്കുവേ. ഇനി തറ തുടയ്ക്കുന്നതിന് സോഡാപ്പൊടി എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് കാണിക്കുന്നത്. എവിടെയാണോ ആദ്യം തുടയ്ക്കുന്നത് അവിടുന്ന് തൊട്ടേ ഇട്ട് വരിക. ഇത് വെള്ളമൊന്നും ചേർത്തിട്ട് വിതറേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ പൊടിയായിട്ട് തന്നെ വിതറിയാൽ മതിയേ. പിന്നെ തുടയ്ക്കുമ്പോഴത്തേന് നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ നനഞ്ഞ മോപ്പോ വെച്ചിട്ട് തുടച്ചാൽ മാത്രം മതി. അങ്ങനെ ഫുള്ള് വിതറി കൊടുത്തിട്ടുണ്ടേ. ഇനി തുടയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നനഞ്ഞ മോപ്പാണ് എടുത്തിരിക്കുന്നത്. മോപ്പിലായാലും തുണിയിലായാലും നല്ല രീതിയിൽ വെള്ളം നനയ്ക്കല്ലേ, കുറച്ച് ഡ്രൈ ആയിട്ട് വെക്കണേ. കരി സോഡാപ്പൊടി തമ്മിൽ തറയിൽ ഇങ്ങനെ ഉരസുമ്പോഴത്തേന് അഴുക്കൊക്കെ ഇളകി വരണം. അഴുക്ക് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നല്ല ഉരച്ചു കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് റൗണ്ട് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ലോഷൻ വെച്ചിട്ട് വേണമെങ്കിലും തുടയ്ക്കാം കേട്ടോ. കുറച്ച് മണമൊക്കെ കിട്ടാനായിട്ടാണെങ്കിൽ ലോഷനും കൂടി ഉപയോഗിച്ച് നമുക്ക് രണ്ടാമത് തുടയ്ക്കാൻ പറ്റുവേ. തറയൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഇതാട്ടോ റിസൾട്ട്. നല്ല രീതിക്ക് തന്നെ വൃത്തിയായിട്ടുണ്ടേ. ഇനി സോഫ ക്ലീൻ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അതിന് ഞാനൊരു നനഞ്ഞ വെള്ളത്തുണിയാണ് എടുത്തിരിക്കുന്നത്. അഴുക്ക് എത്രത്തോളം പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തുണി എടുത്തത്. ഇനി നല്ല രീതിക്ക് എന്നെ ഒന്ന് തുടച്ചു കൊടുക്കാവേ. പിന്നെ ഞാനിത് വെളിയിലിട്ടാണ് സാധാരണ സോഫയൊക്കെ ക്ലീൻ ചെയ്യുന്നത്. കുറച്ച് വെയിലൊക്കെ കിട്ടുവാണെങ്കിൽ ഉണങ്ങാൻ വേണ്ടിയിട്ടേ. വെള്ളം ഒഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നിൽക്കല്ലേ. തുണി വെള്ളത്തിലൊന്ന് മുക്കുക, അത് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് ഡ്രൈ ആയിട്ട് വേണേൽ തുടച്ചെടുക്കാൻ. അപ്പം തന്നെ അഴുക്കിളകി വരുവേ. നല്ല പോലെ വെള്ളമൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ പുറത്തുനിന്ന് കുറച്ച് വെയിലൊക്കെ കൊള്ളിച്ച് ഉണക്കിയിട്ട് വേണം അകത്ത് കൊണ്ടുവരാനായിട്ട്. കുറച്ച് തുടച്ചപ്പോൾ തന്നെ അഴുക്ക് ഇത്രയാണേ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പോലും അറിയാത്ത അഴുക്കൊക്കെ ആയിരിക്കും ഇതിൽ ഉള്ളത്. പുതിയതായിട്ട് സോഫ മേടിച്ചവരാണെങ്കിൽ ഇതേപോലെയൊക്കെ ആഴ്ചയിലോ മാസത്തിലോ ചെയ്യുവാണെങ്കിൽ എപ്പോഴും വൃത്തിയായിട്ടിരിക്കുവേ. അതേപോലെ തന്നെ കവറ്, സോഫയുടെ കവറ് മെയിനായിട്ട് ഇടണം. സോഫയുടെ കവർ ഇട്ട് കൊടുത്താലും സോഫയിൽ അഴുക്കാവില്ല, പക്ഷേ ബാക്ടീരിയകളൊക്കെ കാണും. അപ്പോൾ ബാക്ടീരിയയൊക്കെ പോകാനായിട്ട് സോഡാപ്പൊടി കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതിയേ. അതേപോലെ തന്നെ നമ്മൾ കിടക്കുന്ന മെത്തയിൽ ഈ സെയിം മെത്തേഡ് ചെയ്താൽ മതിയേ. നല്ല രീതിക്ക് അഴുക്ക് പോയിട്ട് ബാക്ടീരിയയും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുവേ. ഇനി കതകുകളും ജനലും ഒക്കെ തുടച്ചു കൊടുക്കാം കേട്ടോ. തുടയ്ക്കുന്നതിന് മുന്നേ കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് വെള്ളം വെച്ച് തുടയ്ക്കുന്നതുകൊണ്ട് തന്നെ താഴെ എന്തായാലും പൊടി വീഴത്തില്ല, ആ തുണിയിൽ തന്നെ പറ്റി പിടിച്ചിരിക്കത്തുള്ളേ. അല്ലാണ്ട് ചെയ്യുന്നവരാണെങ്കിൽ പൊടിയൊക്കെ അടിച്ചിട്ട് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. പൊടി അലർജി ഉള്ളവർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഇതാകുമ്പോഴത്തേന് മൂക്കിലോട്ടൊന്നും പൊടി അടിക്കത്തില്ല. അങ്ങനെയാണല്ലോ പനിയും തുമ്മലും ഒക്കെ വരുന്നത്. അപ്പം എനിക്കിങ്ങനെ വരാറുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചപ്പോഴത്തേനും പനിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. വെറും വെള്ളത്തിൽ തുടയ്ക്കുന്നതിനേക്കാളും നല്ലത് സോഡാപ്പൊടി ചേർത്ത് വെള്ളത്തിൽ തുടയ്ക്കുന്നതാണ് നല്ലത്. അണുക്കളൊക്കെ അങ്ങ് നശിക്കുവേ. സോഡാപ്പൊടിയുടെ എടുത്തു പറയേണ്ട കാര്യമാണ് ബാക്ടീരിയ തടയുക എന്ന് പറയുന്നത്. എവിടെ നോക്കിയാലും ബാക്ടീരിയ ആയിരിക്കും. അപ്പം അതൊക്കെ ഒരു പരിധിവരെ തടയാനും സോഡാപ്പൊടി കൊണ്ട് പറ്റൂ കേട്ടോ. മോൻ ഉറങ്ങുന്ന സമയം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. മോൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുടപ്പും കാര്യങ്ങളൊന്നും നടക്കൂല. ആളുള്ളപ്പം ചെയ്യാൻ പറ്റാത്ത ജോലിയൊക്കെ ആൾ ഉറങ്ങുമ്പോഴാട്ടോ ചെയ്യാൻ പറ്റുക.
അടുക്കള ക്ലീൻ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അടുക്കളയിൽ സോഡാപ്പൊടി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ആദ്യം തന്നെ സിങ്ക് ക്ലീനിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. സിങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്ന രീതിക്ക് തന്നെ കേട്ടോ സോഡാപ്പൊടി ഇട്ട് കഴുകുക. ജസ്റ്റ് സ്ക്രബൊക്കെ ഇട്ടിട്ട് ഉരച്ച് കഴുകിയാൽ മതിയേ. അപ്പോൾ മെയിനായിട്ട് വരുന്ന പ്രോബ്ലം ആണല്ലോ സിങ്കിൽ വെള്ളം കെട്ടി നിൽക്കുക. അപ്പോൾ വെള്ളം കെട്ടി നിന്ന് ഭയങ്കര സ്മെല്ലൊക്കെ വരുവാണെങ്കിൽ ആ ഹോളിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിന് പൊങ്ങി വരുമ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ ആ പ്രശ്നം മാറിക്കിട്ടും കേട്ടോ. സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുന്നതിനേക്കാളും നല്ലത് സോഡാപ്പൊടി ഇട്ട് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ സിങ്ക് കുറച്ചും കൂടി വൃത്തിയാവുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ല തിളക്കമൊക്കെ കിട്ടും കേട്ടോ സിങ്കിന്. അതേപോലെ തന്നെ അടുക്കളയിലെ ടൈൽസൊക്കെ കഴുകാനും ഗ്യാസ് ഉടയ്ക്കാനും ഒക്കെ സോഡാപ്പൊടി നല്ലതാണ്. ഞാൻ നേരത്തെ ഇതൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അതാ പിന്നെ വീഡിയോയിലൂടെ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ഇന്നലെ അതൊക്കെ ചെയ്തായിരുന്നു. ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിരുന്നേ. അത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയേ. ഗ്യാസൊക്കെ തുടയ്ക്കുന്നത് സോഡാപ്പൊടി കൊണ്ട് നല്ലതാട്ടോ. അപ്പം സോപ്പൊക്കെ ഉപയോഗിച്ച് കഴുകുന്നവരാണെങ്കിൽ ചിലപ്പോൾ സ്ക്രാച്ചൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോഡാപ്പൊടി വെച്ച് ജസ്റ്റ് തുടച്ചെടുത്താൽ മതി. നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആവുന്നുണ്ട്. അതേ കണക്ക് തന്നെ സ്റ്റീലിൻ്റെ ഗ്യാസൊക്കെ അടുപ്പാണെങ്കിൽ തുരുമ്പിച്ച ഭാഗമൊക്കെ നല്ല രീതിക്ക് തന്നെ തുരുമ്പൊക്കെ പോകുവേ. അതേപോലെ തന്നെ പാത്രം കഴുകാനായിട്ടായാലും നമുക്ക് സോഡാപ്പൊടിയും വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഉപയോഗിക്കാവേ. അതേപോലെ തന്നെ കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനും നമുക്ക് ഇത് ഉപയോഗിക്കാവേ. നല്ല രീതിക്ക് തന്നെ കരിയൊക്കെ പോയിട്ട് നല്ല വൃത്തിയായിട്ട് കിട്ടുവേ. സിങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നല്ല ഹാർഡായിട്ടുള്ള സ്ക്രബ് എടുത്താൽ മതി. നല്ല രീതിക്ക് തന്നെ ആ കറയൊക്കെ പോയി കിട്ടുവേ. സ്പോഞ്ച് ആകുമ്പോഴത്തേനും ജസ്റ്റ് നമുക്ക് ടൈൽസൊക്കെ തുടയ്ക്കാനും അതേപോലെ തന്നെ മതിൽ തുടയ്ക്കാനുമായിട്ടാണ് സ്പോഞ്ച് എടുക്കേണ്ടത്. തുരുമ്പ് പിടിച്ച പിച്ചാത്തിയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. തുരുമ്പൊക്കെ പോയി കിട്ടുവേ. ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദർശൂട്ടൻ എഴുന്നേറ്റ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് പെട്ടെന്ന് വിട്ടുപോയേ. അതുകൊണ്ടാണ് ആ ഒരു ഭാഗം മാത്രം വൃത്തിയായിട്ടില്ല. ഗ്ലാസ്സൊക്കെ തുടയ്ക്കാനും സോഡാപ്പൊടി നല്ലതാട്ടോ. നല്ല തിളങ്ങി നിൽക്കുവേ. അതേപോലെ തന്നെ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. സോഡാപ്പൊടി കുറച്ച് വിതറുക. നനഞ്ഞ ബ്രഷൊക്കെ വെച്ച് തുടച്ച് കളയുവാണെങ്കിൽ എത്ര പഴകിയ കറയാണെങ്കിലും അഴുക്കാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. പിന്നെ പെട്ടെന്ന് കറ പോകുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കഴുകിക്കളയുക. അന്നേരം പെട്ടെന്ന് പോകുവേ. അങ്ങനെ എൻ്റെ ഏറെക്കുറെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഈ റൂം ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതിയേ. ഇന്നലെ ഇവിടെ തുടച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇന്ന് തുടയ്ക്കേണ്ട ആവശ്യമില്ല. വീടൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ മെത്തേഡ് നിങ്ങൾക്ക് സഹായമായോ എന്ന് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അടുത്ത ക്ലീനിങ് ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ. അപ്പോഴേക്കും ബൈ.